ആരത്? നമസ്കാരം, ഞാൻ ജബ്ബാർ ഖാൻ. പ്രേമൻ. ജബ്ബാർ ഖാൻ. ഓ ആയിക്കോട്ടെ. പപ്പുള്ളേ ഒന്ന് ചാടി ചാടി നിക്ക്. അതെ, രാമകൃഷ്ണന്റെ മോൻ രാജേഷിനെ കാണാൻ വേണ്ടി പോവല്ലേ? കല്യാണാലോചന. ഒന്നുമില്ല, പപ്പുള്ള ചാടി ചാടി ബാക്കി ഞാൻ നോക്കിക്കോളാം. അതെ, രാമകൃഷ്ണന്റെ മോൻ രാജേഷിന്റെ വീട് കാണാൻ പോവല്ലേ? അതെ. അതിനു മുമ്പ് കണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവൻ ഉണ്ടാക്കിയ ആസ്തികൾ തൊട്ട് നമ്മൾ കാണണം. പപ്പുള്ളേ ഒന്നുമില്ല, പപ്പുള്ള ചാടി ചാടി ബാക്കി ഞാൻ നോക്കിക്കോളാം. ചാടി ചാടി അപ്പൊ മോള് സുഖമായിട്ടിരിക്കണ്ടല്ലോ? കല്യാണം നടന്നിട്ടില്ലല്ലോ? ഭാഗ്യം. അപ്പൊ പുറപ്പെട്ടാലാ? പിന്നെ ഇങ്ങനെ നിന്നാ അങ്ങനെ വാ. പപ്പുള്ളേ ഒരു കാപ്പി ജനി പറ. ഓക്കെ വാ. വാന്ന് ഇനിയല്ലേ നമ്മള് സംഭവം കാണാൻ പോണത്. ഒന്ന് ചാടി ചാടി നടക്ക്. ചേച്ചിയും ചാടിക്കൂ, ഞാനല്ലേ കൂടെ ഉള്ളത്. തടി ഇച്ചിരി കൂടിയിട്ടുണ്ടോ ശ്രദ്ധിക്കണം. വയറിപ്പൊ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാനല്ലേ അവരെ കൊണ്ടുപോണ്ടേ, പിന്നെ അതാരായിരിക്കും? ഞാനുണ്ട് ഞാനുണ്ട്. വേണോന്നില്ല. വേണോ? ബാ ബാ പോര്. ആ അതെ, ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഈ 13 ഏക്കറും രാജേഷിന്റെയാ. ഓക്കിരിത്തരം പറയരുത് കേട്ടോ. 15 ഉണ്ടോ? 15 ഉണ്ടെന്ന്. അപ്പൊ 15 ഏക്കറും രാജേഷിന്റെ. ഇത് സേട്ടുവിന്റെ സ്ഥലാണത്. ചേട്ടന്റെ അല്ല, ചേട്ടൻ നോക്കി നടത്തണമെന്നുള്ളൂ. തരം രാജന്റെ തന്നെ. ആ നീ ഇതെന്താ പറയണത്? നിങ്ങളാരാ? ഞാൻ ആരാന്നുള്ളതല്ല, ഇപ്പൊ രാജേഷിന്റെ ആസ്തിയുടെ ഇവിടെ പ്രശ്നം നിൽക്കണത്. നീ ഇവരോട് നുണ പറഞ്ഞു. ഈ സ്ഥലം വാട്ടർ ഫ്രണ്ടേജാന്ന് നീ പറഞ്ഞാ? നോക്കിയേ, ഇത് വാട്ടർ ഫ്രണ്ടേജാ. ഇത് വാട്ടർ ഫ്രണ്ടേജ് അല്ല, ഇത് വാട്ടർ കുണ്ടേജാ. എന്തായാലും അങ്ങോട്ട് നോക്കിയേ, കാണണ്ട തെങ്ങ് കണ്ട? എന്തൊരു തേങ്ങയെന്നറിയാമോ? പക്ഷെ ഇതിലൊരു 50 തെങ്ങ് അടുത്ത ആഴ്ച ഞങ്ങൾ മുറിക്കും. ഈ 50 തെങ്ങ് മുറിച്ച് മാറ്റിയിട്ട് വേണം അവിടെ വലിയൊരു ബംഗ്ലാവ് വെക്കാൻ. കഴിഞ്ഞ 2 കൊല്ലായിട്ട് അപ്പൊ ഒരു തേങ്ങ അരച്ചൊരു കറിയോല് ഇതുവരെ കൂട്ടിയില്ലോല്. പിന്നെയാണ് 50 തെങ്ങ് മുറിക്കുന്ന കാര്യം പറയുന്നത്. ഇയാൾ എന്തോ പറയാന്ന്. നീ ബംഗ്ലാവും തേങ്ങയും ചമ്മന്തിയൊക്കെ എന്തിനാ നീ കുഴക്കണത്? നിനക്ക് അവന്റെ റേഷൻ കാർഡിന്റെ കളർ അറിയാമോ? ഞാൻ അറിയൂല. അവന്റെ ഓഫ് വൈറ്റ് ആണ് അവന്റെ. ഇവനെ പോലത്തെ ഒരു പണക്കാരൻ വേൾഡിലില്ല. അവന് മാത്രമുള്ള ഒറ്റ റേഷൻ കാർഡ്. റേഷൻ കാർഡ് ഓന് റേഷൻ അരിനെ കിട്ടാണ്ട് 1.5 കൊല്ലായിന്ന്. അത്ര അബദ്ധം അവന്റെ വീട്ടിലെ അവസ്ഥ. നീയല്ലോ പറഞ്ഞ രാജേഷ് ഒരു ഗതിയും പരഗതിയിലാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇയാൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അതാണ് അവന്റെ പ്ലസ് പോയിന്റ്. അവന്റെ സിംപ്ലിസിറ്റി ആണത്. അവനെപ്പോഴും സാധാരണക്കാരെ പോലെ നടക്കുള്ളൂ, സാധാരണക്കാരനെ പോലെ പെരുമാറുള്ളൂ. ഒരു സാധാരണക്കാരൻ. പക്ഷെ രാജേഷിന് 13 ഏക്കറും. സാധാരണക്കാരനെ പോലെയല്ല, ഓ സാധാരണക്കാരനാണ്. എന്നാലും 13 ഏക്കർ അവന്റെ. നിനക്ക് ഇവനെ കുറിച്ച് ഒന്നും അറിയാൻ മേലാഞ്ഞിട്ടാന്നേ. ഇവന്റെ ആധാരം കണ്ടിട്ടുണ്ടാ നീ? അടിയാധാരം കണ്ടിട്ടുണ്ടാ? ഇത് മൊത്തം രാജന്റെ തന്നെ. ഇത് നിന്റെ ആരാന്നാ പറഞ്ഞത്? ഇതിന്റെ വകയിലൊരു ഏച്ചി അത്. എന്നിട്ടാണ് നീ അവരെ ചതിക്കാൻ നോക്കണത്? ഞാൻ ചതിക്കാനോ? അവന്റെ ആസ്തി മുഴുവൻ പറഞ്ഞു കൊടുക്കടാ. അയ്യോ, ഇത് മാത്രമല്ല, ഇനി എന്തോരം കിടക്കണമെന്ന് അറിയാമോ? പിന്നെ ഞാൻ കാണിച്ചു തരാന്നേ. ഞെട്ടരുന്ന് ഞാൻ പറയണില്ല, എന്തായാലും നിങ്ങൾ ഞെട്ടും. കണ്ടായത് എംസാൻ കിടക്കണണ്ട, മെറ്റിൽ കിടക്കണണ്ട. ഒരു ദിവസം 400K ലോഡാ ഇവിടുന്ന് കയറ്റി പോണത്. JCB കിടക്കണണ്ട, 150 എണ്ണം ഉണ്ട് ഇതുപോലത്തെ. ഇതെല്ലാം ആരെയെന്നറിയാമോ? രാജേഷിന്റെ. രാജേഷിന് JCB പോയിട്ട് ഒരു സൈക്കിള് പോലില്ല. ഇതോ വൈകുന്നേരം തേച്ചു കയറാൻ വരുന്ന അവിടെ. സ്വന്തം വണ്ടി കഴുകണ എന്താ കുഴപ്പമുള്ളത്? അതിന് പോക്കണ കിടണ്ട. സ്വന്തം വണ്ടി ഇതൊന്നല്ല. അമ്മായിച്ചൻ പോയി കാണാണ്ടില്ലേ? സ്വന്തം മരുമോനെ അങ്ങോട്ട് ചെന്ന് കേറി തകർക്ക്. പറ്റിയ JCB എടുത്ത് വീച്ചൊന്നും അങ്ങോട്ട് കറക്ക്. ഇവളെ ഒരു ബന്ധു ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്. നീ ഞങ്ങളെ മനഃപൂർവ്വം പറ്റിക്കായിരുന്നല്ലേ? എന്തൊക്കെ കള്ളത്തരം ഞങ്ങളോട് വന്ന് പറഞ്ഞ്. പഞ്ചപാവൻ ചെക്കനെ പറ്റി എന്തൊക്കെ കള്ളത്തരം പറഞ്ഞടോ. എവിടുന്ന് വന്നിട്ട് നിന്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരെണ്ണോ? ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. കണ്ടില്ലേ? ഓ, ഇങ്ങനെ സത്യത്തിൽ ആരാ? കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കുമല്ലേ? എന്ത് ഇനി എന്താ ആലോചിക്കുന്നത്? അല്ല, ഇനിയിപ്പോ എന്ത് കാണിച്ചു കൊടുക്കും ആലോചിക്കുക.
രാജേഷിന്റെ ആസ്തി നിങ്ങൾ കാണാൻ കിടക്കണുള്ളൂ. രാജേഷിന്റെ ആ വാ. രാജേഷ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നിങ്ങൾ. ഇനി ഇവിടെ ആ ഉടമസ്ഥൻ പൂട്ടിയിട്ട് പോയോ? കണ്ട ഈ ബാക്കിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന പുഴ, ആ വല്ലുകാട്ടം പാലം രണ്ടും എന്റെ തയ്ക്കും. അതവൻ വിറ്റതല്ലേ 2012. ആർക്ക്? ഇത് ആർക്കാണ് നടന്നത്? കച്ചവടം നടന്നില്ലേ സംഭവം? നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ചുമ്മാ ചൂണ്ടയിട്ടാ കിട്ടും ഒരു ദിവസം 50 ലക്ഷം രൂപ മീനിങ്. ആ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളുടെ സത്യത്തിൽ ആരാ? കമ്മീഷൻ മേടിച്ചു തരാ, കിടന്ന് ചാവല്ലേ. കമ്മീഷൻ കമ്മീഷൻ കമ്മീഷൻ. നിങ്ങൾക്ക് വേറെ സത്യം അറിയാമോ? ഈ സാധനം വിറ്റത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരു ദിവസം ഈ പുഴയിട്ട് ചുമ്മാ ഒരു മുതല വന്ന് മീനിനെ പിടിക്കാൻ തുടങ്ങി. അപ്പൊ രാജേഷിന് മനസ്സിലായി മുതലാവൂലെന്ന്, വിറ്റ് കളഞ്ഞു. അതാണ് ഉണ്ടായ സംഭവം. പിന്നെ ഈ പുറകെ കിടക്കുന്ന ബോട്ട് കണ്ടില്ലേ? ഇല്ലേ, ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട്. ഒരു ദിവസം 650 ബോട്ട് ഇവിടുന്ന് പോകും. കാശ്മീർ, ലണ്ടൻ, വേറെ എവിടെയാ, ലക്ഷദ്വീപ് ഒക്കെ പോണ്ട് ഇവിടുന്ന്. പുഴയെന്ന്. ആ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? പുഴയിലുണ്ടല്ലോ ഒരു കടലാസ തോണി പോലും ഉണ്ടാക്കിയിടാനുള്ള ആസ്തി ഇല്ലാത്തൊരു ചങ്ങായിയാണ് ഈ രാജേഷ് എന്ന് പറയുന്ന ചങ്ങായി. അപ്പൊ നീ അറിഞ്ഞില്ലല്ലേ? രാജേഷ് കപ്പലിറക്കാൻ പോകൂടാ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ പഞ്ചായത്തിനൊരു പേര് വേണ്ട. ഈ പഞ്ചായത്തിന്റെ പേര് ശരിക്കും രാജേഷ് എന്ന് പറയണം. രാജേഷ് ഗ്രാമപഞ്ചായത്ത് ഇട്ടാണ്ടല്ല, അടിപൊളിയായിരിക്കും. മിക്കവാറും സംഭവിക്കും. നീ എന്തെങ്കിലും നോക്കണം. നീ ഇവന് നിങ്ങളോട് വല്ല വൈരാഗ്യം ഉണ്ടാ? ഇവന്റെ സ്ഥിതി അറിയങ്ങള്. ഒരു ദിവസം ഇവൻ എന്റെ വീട്ടിൽ കയറി വന്നു. ഇവളെ ബന്ധുവല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാണ്ട് ഇവനെ വെറുതെ വിടുന്നത്. ഇവൻ വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയാം, ഈ രാജേഷിന് ഒരു ഗതിയില്ല പരഗതിയില്ല, ഓനെ ആകെ കൂടെ ദരിദ്രവാസിയാണ്, ഓനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ ഓനൊരു പണിക്കും പോകില്ല. അങ്ങനെ തന്നെയാണ്. അത് മാത്രല്ല വർഗീയത പറയാൻ നോക്കി. എന്നാ ഒന്നും വിചാരിക്കണ്ട. ജാതി ജാതി പറഞ്ഞിട്ട് തെറ്റിക്കാൻ നോക്കിയെന്ന്. അപ്പൊ രാജേഷിനെ പറ്റി അല്ല പറഞ്ഞേക്കണത്, ഇവനെ പറ്റി തന്നെ പറഞ്ഞേക്കണത്. എടോ എന്റെ ഐസി പോയതാടാ, എന്റെ ബോർഡ് മൊത്തം കത്തിപ്പോയതാ. നീ ചാടി നിന്നടാ. ഒരു കച്ചവടം നടക്കുമ്പോഴാണ് ഉഴപ്പണത്. അതെ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഞങ്ങൾ എന്തായാലും ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ചു. ഞങ്ങൾക്ക് മരുവനായിട്ട് ഇനി വേറൊരാള് വേണ്ട. അപ്പൊ രാജേഷിനെ കെട്ടിക്കാൻ തീരുമാനിച്ചല്ല. എന്നാ നിങ്ങളുടെ മോളുടെ കല്യാണം നടന്ന്. ഇവിടെ ഇപ്പൊ ആരുമില്ല പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കാനും. കുറെ പേര് അന്തരം ഞാനുള്ളൂ. ഞാൻ അങ്ങോട്ടല്ലേ പറയല്ലേ, തിരിഞ്ഞങ്ങ് തൊഴുതു. രണ്ടാളെ അനുഗ്രഹിക്കാൻ ഞാനേ ഉള്ളൂ. എന്നർത്ഥം ഇനിയിപ്പോ നിങ്ങളെ പാടായി. നോക്ക്, രാജേഷ് അല്ലേ ഇത്? ഇപ്പൊ സമാധാനായോ? ഇനി ആരെങ്കിലും കാണുന്നതിന്റെ മുന്നേ നിങ്ങൾ അങ്ങോട്ട് എത്തിക്കണം. ഒരു വണ്ടി കിട്ടിയാ നല്ലത്. ഇവന്റെ കല്യാണം കഴിഞ്ഞോ? ഇതെന്തെന്നോ എന്റെ ഭഗവാനെ. അയ്യോ, ഇവനല്ലേ ഇപ്പൊ ഇവിടെ ഇവൻ വെള്ള കിട്ടുന്നു. അതന്നെ, ഇതൊക്കെയാണല്ലോ ജീവിതത്തില് സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷം പോയല്ലോ. അല്ല, ഇതാണ് നിങ്ങളെ കല്യാണം? ഏയ്, ഇന്റെ കല്യാണല്ലോ. ഓന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ഇങ്ങനെ. എന്നാ പിന്നെ ഒന്ന് അറിയിച്ചൂടെ ഞങ്ങളെയൊക്കെ? അങ്ങനെ അറിയിച്ചു നടത്തേണ്ട കാര്യമല്ലല്ലോ കല്യാണം. എല്ലാരെയും അറിയിച്ചിട്ടല്ലേ കല്യാണം നടത്തുക? ഈ കല്യാണം അങ്ങനെ എല്ലാരെയും അറിയിച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന കല്യാണം അല്ല. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഇവരെ പുറക്കാർക്ക് ഇപ്പൊ എന്ത് വിഷമം ഉണ്ടായിണ്ടാവും. അല്ല, രാമകൃഷ്ണേട്ടനോട് നിങ്ങൾ പറഞ്ഞീനോ? ഇല്ല. വിളിച്ചു പറയ്, ഓർക്ക് ഇവരെ സ്വീകരിക്കണ്ടേ? അത് ശരിയാണ്. സ്വീകരണമൊക്കെ ഉണ്ട് പോലെ. ഹലോ രാമകൃഷ്ണേട്ടാ, കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടോ? ഞങ്ങളിതാ ചെക്കനെയും പെണ്ണിനെയും കൂട്ടി അങ്ങോട്ട് വരികയാണ്. അതെ, ഈ പുറകെ കാണുന്നത് എന്താന്ന് മനസ്സിലായ? തിരുത്തല്ലേ? തിരുത്തല്ല, തുരുത്തും. പക്ഷെ നാളെ തിരുത്തും. അത് നാളെ മുതൽ രാജേഷ് ലാൻഡാണ്. വിശ്വാസമായില്ലേ? അതുപോലത്തെ വാട്ടർ തീം പാർക്കാണ് രാജേഷ് പ്ലാൻ ചെയ്തേക്കണത്. കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ് ഉണ്ടാവും. റൈഡ്. അപ്പൊ നീ അറിഞ്ഞല്ലേ സംഭവം? ഞാനോർത്ത് നീ അറിഞ്ഞില്ലാന്ന്. പുതിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വെള്ളത്തിൽ ചാടാനുള്ള സെറ്റപ്പ്, വെള്ളത്തിൽ കുളിക്കാനുള്ള സെറ്റപ്പ്, സകലമായ സെറ്റപ്പ് ഉണ്ട് മൊത്തം. അതിനകത്ത് 3 തിയേറ്റർ വരും. വാട്ടർ തീം പാർക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടുന്ന് റോപ്പ് വേ ഉണ്ട് അങ്ങോട്ട്. രാജേഷ്, ഓണത്തിന് പോലും ഒരു ഊഞ്ഞാലിന്റെ മുകളിൽ ആടാനുള്ള ഒരു ഭാഗ്യം അവന് കാലം വരെ ഉണ്ടായില്ല. അതിന്റെ വാശിയാണ് അവന്. കുഞ്ഞിലെ ഊഞ്ഞാലാട്ടാൻ പറ്റാത്തതിന്റെ വാശിയാണ് ഇവിടെ തീർത്തത്. സകല കുട്ടികൾക്കും കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവനിവിടെ. അപ്പൊ അതിന്റെ പേര് രാജേഷിന്റെ ആയതുകൊണ്ട് രാജേഷ് ലാൻഡ്. മീഗാലാൻഡ് ഒക്കെ തോറ്റുപോകും, അത്രയും സെറ്റപ്പാ ഇത്.
ഇനി നമ്മൾ അടുത്ത കാണാൻ പോണത് രാജേഷിന്റെ കൊട്ടാരം. അത് വേണ്ട ജബ്ബാറെ. അതെന്താന്നറിയോ, നമ്മളിപ്പോ ഓന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് വിചാരിക്കും നമുക്ക് അവരെ വിശ്വാസം ഇല്ലാത്തോണ്ട് പോയി നോക്കുന്നതാണോ എന്നുള്ളത്. ആ സംശയം കൊണ്ടാണോന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാല് ചിലപ്പോ ഈ ഉറപ്പിച്ച കല്യാണം വരെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഹലോ, നിങ്ങൾ കാണണോ? അങ്ങോട്ട് പോണങ്ങള്. കാണണ്ടോ? കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പപ്പുള്ളേ, എന്തായാലും അവർക്ക് കാണണ്ട. കാണണ്ട. സമ്മതിക്കൂല. കണ്ടേ പറ്റൂ. എനിക്ക് കാണണ്ട. കാണണ്ട കാര്യമില്ല. കാണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കാണണ്ടോ? ഓന്റെ ആസ്തി നിങ്ങൾ കാണണടാ. എന്തൊരു കഷ്ടാണ്. അതെ, കാണണ്ടെന്ന് പറഞ്ഞാല് വഴക്ക് വേണ്ട. എന്തായാലും ഇവിടം വരെ കണ്ടില്ലേ, ഇനി അതുകൂടി കണ്ടേക്കാം. എന്തേ, വാ. രാജേഷിന്റെ കൊട്ടാരം കാണിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. മോളെ ഇത് വാങ്ങ്. ആഹാ. എന്ത് പണിയാടി കാട്ടുന്നത്? ടൈം. എന്താന്ന്? ഇതാണ് നമ്മള് പറഞ്ഞ കൊട്ടാരം. ഇതാ കണ്ടോടി. അതെ, ഞാൻ നിങ്ങളോട് അപ്പൊ തന്നെ പറഞ്ഞല്ലേ, എന്ത് കെട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചാ മതി. ഇതിന് കെട്ട് കഴിഞ്ഞു. അപ്പൊ കൊട്ടാരം? ഭാര്യ ഭർത്താക്കന്മാര് സമാധാനത്തോട് ജീവിക്കുന്ന എല്ലാ വീടുകളും കൊട്ടാരം തന്നെ. നിങ്ങൾ അനുഗ്രഹിച്ച് അവരെ അകത്തോട്ട് കയറ്റാൻ നോക്ക്. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി മാരേജ് ലൈഫ്. ഒന്ന് മാർക്കേ. ഓക്കെ, താങ്ക് യു. നടന്നോളൂ.